അല്ല ഗൈസ്, നമ്മളിവിടെ വന്നപ്പോൾ നമ്മളൊരു പൂച്ചേനെ കണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കൊഞ്ചിക്കൊക്കെ ചെയ്യുന്നത്. ഗൈസ്, നമ്മൾ പോവാണ്. അത് പുറകെ വരുമില്ലോ എന്നൊക്കെ നമുക്ക് അറിഞ്ഞു നോക്കാം. അത് നമ്മളങ്ങോട്ട് പതിയെ നടക്കുന്നുണ്ട്. വണ്ടി വരുന്നുണ്ട്. ചാടായിരുന്നാൽ മതി. നമുക്ക് ചുമ്മാ ഒന്ന് തന്നെ വിളിച്ചു. പൂച്ച വരുന്ന നോക്കി ഒരു വഴി കൂടെ പോയിട്ട് മാമൻ നമ്മൾ നോക്കി വിളിച്ചു. ചുമ്മാ വിളിച്ചു നോക്കാം. വാ വാ, നമ്മളങ്ങോട്ട് പതിയെ പുറകെ വരുമില്ല നമുക്കിപ്പോൾ കാണാം. ഞാനുണ്ട്, അഫ്സലുണ്ട്. ആരോടെ വണ്ടി കൊണ്ട് നിർത്തി. ഇനി വണ്ടി കീഴെ കയറുമോയെന്ന് ആർക്കറിയാം. ഗൈസ്, വള്ളിയായെന്ന് അറിയത്തില്ല. പൂച്ച കൊണ്ട് ഇപ്പം ഞങ്ങളുടെ പുറകെ വരുന്നു. ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. ചുമ്മാ കൈ കാണിച്ചോളൂ. ഇപ്പം ഞങ്ങളുടെ പുറകെ വരുന്നു. അഫ്സലുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ അമ്മമ്മ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു വഴിയൊരു പൂച്ച കണ്ടിട്ട് ചുമ്മാ ഒന്ന് കൊഞ്ചിച്ചതാണ്. ഇപ്പം ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട്. ഗൈസ്, ചെറിയൊരു വള്ളിയായിട്ടുണ്ട്. ഇതിപ്പം 1 കിലോമീറ്റർ ആയിട്ട് ഞങ്ങളുടെ പുറകെ തന്നെയാണ്. എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ അത് പുറകെ നിന്ന് മാറുന്നില്ല. ചുമ്മാ ഒന്ന് കൈ കാണിച്ചത് ഇപ്പോൾ പുറകെ വരുന്ന പൂച്ചയായിപ്പോയി. ഇങ്ങനെ വീട്ടിൽ കയറ്റുമെന്നൊന്നും അറിയത്തൊന്നുമില്ല. വീട്ടിൽ കയറ്റുവാടാ. ഇതിപ്പോൾ എന്താ ചെയ്യുന്ന അറിയത്തില്ല. ഗൈസ്, വീടത്തറയും സ്റ്റിൽ ആ പൂച്ച ഞങ്ങളുടെ പുറകെ തന്നെയുണ്ട്. കാണാതിരിക്കുന്നതുകൊണ്ടാണ് നടന്നിരുന്നത്. ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. മൊത്തത്തിൽ വള്ളിയായി. വീട്ടിൽ പോകുമ്പോൾ മാമി കയറ്റുമെന്നും അറിയത്തില്ല. ഗൈസ്, അങ്ങനെ പുറകെ വന്ന പൂച്ച ഇപ്പം പാൽ കൊടുക്കുന്നു. വീട്ടിലെല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ആസിഫ് ടേക്ക് കയറുന്നുണ്ട്, അഫ്സലുണ്ട്, പിന്നെ ഞാനുണ്ട്. എൻ്റെ അഫ്സലിനെ പുറകെ വന്ന പൂച്ച ഇപ്പോൾ വീട്ടിലെല്ലാവരും സമ്മതിച്ചിരിക്കുന്നു വളർത്താൻ. അപ്പോൾ അതിനിച്ചിട്ട് പാലൊക്കെ കൊടുത്തു. പേര് ഞങ്ങൾ ഇട്ടേക്കുന്നത് ഷുട്ടുമണി എന്നാണ്. അല്ലേ ഷുട്ടുമണി? ഫുഡ് കഴിച്ചോ? ഈ പാത്രമേ ഉള്ളൂ.